ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരിപ്പൂവിൽ വരാതിരിക്കുന്നൊരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സച്ചിയുടെ രേവതിയുടെ വിശേഷങ്ങളല്ലേ പറയാറുള്ളത്. ഇന്ന് നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ. ഇന്ന് ശ്രുതിയുടെ കാര്യം പറയാം കേട്ടോ. നമ്മുടെ കള്ളത്തരങ്ങളുടെ പേര് കേട്ട രാജാവ് രാജ്ഞിയായിട്ട് നമുക്ക് ശ്രുതിയും തിരഞ്ഞെടുക്കും. കാരണം രണ്ടുപേരും പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ടല്ലേ. ശ്രുതിയാണെങ്കിൽ ഒരു പക്ഷേ സച്ചി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം ഇന്നും വീട്ടിൽ പറയില്ലായിരുന്നു. അതേ രീതിയിൽ തന്നെ ശ്രുതിയും ഒരുപാട് കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ടല്ലേ. ശ്രുതിയാണെങ്കിൽ തൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്നും മാത്രമല്ല ബ്യൂട്ടി പാർലർ തൻ്റെ പേരിലാണെന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് നല്ല പിള്ളയായിട്ട് ചമഞ്ഞ് നടക്കുകയാണല്ലേ. ഒരു കണക്കിന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശ്രുതിനേക്കാളും വലിയൊരു കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നത് നമ്മുടെ ശ്രുതിയാണല്ലേ. അപ്പോൾ എന്തായാലും ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിടിക്കപ്പെടാൻ പോകുന്നുണ്ടായിരുന്നു. ആദ്യമേ തന്നെ അറിയാൻ പോകുന്ന കാര്യം എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടാൻ പോകുന്നത്. നമ്മുടെ സച്ചിയും രേവതിയും പിണക്കത്തിലായ സന്തോഷത്തിലാണ് ശ്രുതിയും ഉള്ളത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശ്രുതിക്ക് ഹോട്ടലിൽ നിന്നുള്ള ജോലി നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നഷ്ടപ്പെടുന്നതല്ല, ശ്രുതിയായിട്ടിനെ കളയാണ്. അതായത് ശ്രുതി ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ സ്റ്റാഫ് തനിക്ക് തലവേദനയാണെന്നും ഈ ഒരു ഡിഷ് ഓർഡർ ചെയ്ത് മേശപ്പുറത്തേക്ക് വെക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി മനസ്സിലോടെ തന്നെ ആ ഒരു പ്ലേറ്റ് മേശപ്പുറത്തേക്ക് വെക്കാൻ തുടങ്ങുന്ന സമയത്ത് കയ്യിൽ നിന്ന് കറി തട്ടി അടുത്തുള്ള കസ്റ്റമറുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ശ്രുതിനെ ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയുടെ സ്വഭാവം അറിയാലോ, ആരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്ന ഒരു സ്വഭാവമല്ല. താനായിരിക്കും എപ്പോഴും രാജാവ്, തൻ്റെ കീഴിലായിരിക്കണം എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു മുതലാളിയുടെ എല്ലാ ഗെറ്റപ്പിലും നടക്കുന്ന ഒരാളാണല്ലേ ശ്രുതി. അപ്പം അങ്ങനെ ഉള്ളൊരു ശ്രുതിനെ ഒരു കസ്റ്റമർ വഴക്ക് പറയുമ്പോൾ ശ്രുതിക്ക് അത് സഹിക്കാനാവുന്നില്ല. ശ്രുതി കസ്റ്റമറോട് തിരിച്ച് ഒച്ചുണ്ടാക്കുകയാണ്. അവസാനം മുതലാളി പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തി എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ തൻ്റെ ജോലി ആർക്ക് വേണം, എനിക്ക് തൻ്റെ ജോലിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ശ്രുതിയുടെ ജോലി നഷ്ടപ്പെട്ട കാര്യം ശ്രുതിയിൽ നിന്ന് മറച്ചു വെച്ചതുകൊണ്ട് ശ്രുതി വീട്ടിൽ നിന്ന് പിണങ്ങിയൊക്കെ പോയതാണ്. അപ്പോഴും ശ്രുതി പറഞ്ഞായിരുന്നു, എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ട പോയ കാര്യം ശ്രുതിയോടായിട്ട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രുതി ഒരുപാട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ഇൻ്റർവ്യൂവിനായിട്ട് ശ്രുതിനെ പറഞ്ഞു വിടുകയാണ്. ശ്രുതി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ശ്രുതിക്ക് കാനഡയിലേക്ക് ഒരു ഓഫർ കിട്ടുകയാണ്. എന്നാൽ 14 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ മാത്രമേ ഈ ഒരു ജോലി ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ശ്രുതിയാണ് പോയി കാണുന്നത്. കാരണം അച്ഛൻ മലേഷ്യയിലാണല്ലോ. അച്ഛനോ ഇളയച്ചനോ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ 14 ലക്ഷം രൂപ നിസ്സാരമാണെന്നാണ് ചന്ദ്രയുടെ വിചാരം. അങ്ങനെ ഈ ഒരു കാര്യം ശ്രുതിയോട് പറയുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം ആൻറ്റി എന്തായാലും സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണക്കിന് ചന്ദ്രയെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിലും ശ്രുതിയുടെ പുറകെ ഇങ്ങനെ നടന്ന് പറയാം കേട്ടോ, കാനഡയിലേക്ക് പോകണം, ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫേ മാറിപ്പോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അവസാനം ശ്രുതി ക്ഷമ കെട്ട് പറയുകയാണ്, ഒരു ജോലിക്കെങ്കിലും ശ്രുതി 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുക. എന്നാൽ ശ്രുതിക്ക് വേണ്ടിയിട്ട് കാനഡയിലേക്ക് പോകാനുള്ള പൈസ ഞാൻ അച്ഛനോട് പറഞ്ഞ് ഒപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മുടെ ശ്രുതി സ്ഥിരമായിട്ട് 6 മാസം ഒരു ജോലിക്ക് നിൽക്കില്ല എന്ന് ശ്രുതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ശ്രുതി ഇങ്ങനെ ഒരു ചൂണ്ട എറിഞ്ഞതും. അപ്പോൾ ഊണിലും ഉറക്കത്തിലും എല്ലാം തന്നെ നമ്മുടെ ശ്രുതിയുടെ ചിന്ത ചെയ്യുന്നത് ഏത് വിധേനയും മലേഷ്യയിലേക്ക് ചെല്ലുക എന്ന് തന്നെയാണ്. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് കേട്ടോ ശ്രുതി ഉള്ളത്. ഇതിനു വേണ്ടിയിട്ട് ശ്രുതി ജോലിക്ക് പോകുന്ന സമയത്ത് റോട്ടിൽ കൂടെ എല്ലാം തന്നെ ശ്രുതി പറഞ്ഞു നടക്കുകയാണ്, എങ്ങനെയും പണം ഒപ്പിക്കണം, മലേഷ്യയിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് രണ്ടുപേര് ബൈക്കിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ശ്രുതിനെ കാണുമ്പോഴത്തേക്കും ബൈക്ക് നിർത്തിയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ശ്രുതിക്ക് നേരെ തൊട്ട് മുന്നിൽ ക്രോസ് ചെയ്ത് വണ്ടി നിർത്തുകയാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ ശ്രുതി ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആരാണെന്ന് ശ്രുതിയോടായിട്ട് ഇവർ ചോദിക്കുകയാണ്. എൻ്റെ ഭാര്യയാണിത്, നിങ്ങൾ എന്തിനാണ് ഇവക്കളെ തൊട്ട് മുന്നിൽ കൊണ്ട് ബൈക്ക് കൊണ്ട് നിർത്തിയെന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദ്യം ചെയ്യുകയാണ്. ഈ സമയത്ത് ഇവളാണ് നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത്, കണ്ടോ നിങ്ങൾ സൂക്ഷിച്ചു, ഇവൾ പക്ക ഫ്രോഡാണ്, നിങ്ങളെ പറ്റിച്ചിട്ട് പോകും, ഇതുവരെ പറ്റിച്ചിട്ട് പോയിട്ടില്ലല്ലോ എന്നൊക്കെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങും എന്നുള്ള ചോദിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇതേ മാന്യമായിട്ട് സംസാരിച്ചോളും, എൻ്റെ ഭാര്യയെപ്പറ്റി ഇതുപോലെ അനാവശ്യങ്ങളൊന്നും പറയരുത് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ ബാങ്കിൽ നിന്ന് വന്നതാണ്, ഇവൾ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് 4 ലക്ഷം രൂപ കടം മേടിച്ചു, അതിന് പലിശയും മുതലടക്കം 2-3 മാസം കൃത്യമായിട്ട് അടച്ചു. പിന്നീട് ഇവളുടെ ഒരു അറിയിപ്പുമില്ല. ഇവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന സമയത്ത് അവിടെ നിന്ന് മുങ്ങിയെന്നാണ് അറിഞ്ഞത്. എന്നൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ചുറ്റും പറ ആൾക്കാർ കൂടുട്ടോ. അന്നേരം തന്നെ ശ്രുതിക്ക് ഭയങ്കര നാണക്കേട് തോന്നുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്ന് സംസാരിച്ചോളാം, നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നീ ഇനിയൊരു സംസാരം വേണ്ട, പല നാളായിട്ട് നീ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലോ, ഒരു കാര്യം ചെയ്ത് നിൻ്റെ ആധാർ കാർഡ് എടുക്കുക, ആധാർ കാർഡ് ഫേസിൻ്റെ അടുത്ത് വെച്ചിട്ട് ഫേസിൻ്റെ അടുത്ത് കൊണ്ടേ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജയിൽ പുള്ളികൾ നിൽക്കുള്ള അതേ രീതിയിൽ ആധാർ കാർഡ് ഫേസിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും ശ്രുതിക്ക് വല്ലാതാവുന്നുണ്ട്.
എന്നാൽ വന്നവരപ്പം തന്നെ ശ്രുതിയോടായിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവളുടെ ഭർത്താവാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഒരു സാക്ഷി കൂടി വേണമല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുപോലെ തന്നെ ആധാർ കാർഡ് കയ്യിൽ പിടിച്ചിട്ട് നിൽക്കാൻ ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയുടെയും ഒരേ രീതിയിൽ തന്നെ 2 ഫോട്ടോ എടുത്തിട്ട് ഇവർ പോവുകയാണ് കേട്ടോ. എന്നിരുന്നാലും എന്തൊക്കെയൊരു കള്ളത്തരങ്ങൾ തന്നിൽ നിന്ന് ശ്രുതി മറച്ചു വെക്കുന്നെന്നുള്ള സത്യം ഏകദേശം ശ്രുതിക്ക് മനസ്സിലാവുകയാണ്. കാരണം ബാങ്കുകാർ അതേ രീതിയിൽ വളരെ മോശമായിട്ടാണ് ശ്രുതിനെ പറ്റി സംസാരിക്കുന്നതും അന്നേരം ശ്രുതിയോട് പെരുമാറിയതും. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.